നമസ്കാരം. കേന്ദ്ര BJP സർക്കാർ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന ക്രൂരത എന്തുമാത്രം ആഴത്തിലുള്ളതാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു ഞെട്ടിക്കുന്ന സംഭവം കൂടി ഉണ്ടായി. അത് നിങ്ങളെ അറിയിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നത്. അതായത് കേരളത്തിൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീടുകൾ നേടിയവർക്ക് ഇനി അങ്ങോട്ട് കേന്ദ്ര തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു ആനുകൂല്യം നൽകരുത് എന്ന് കേന്ദ്ര സർക്കാർ പ്രത്യേകമായി ഉത്തരവിട്ടു. കേരള സർക്കാരിൻ്റെ ലൈഫ് ഭവന പദ്ധതി പ്രകാരം 4 ലക്ഷം രൂപയുടെ വീടില്ലാത്തവർക്കും നൽകും. ഇനി വീട് വെക്കാൻ ഭൂമിയില്ലാത്തവർക്കോ ഭൂമി വാങ്ങാനുള്ള പണമോ അല്ലെങ്കിൽ ഭൂമിയോ ലഭ്യമാക്കി വീട് വെച്ച് നൽകുന്ന പദ്ധതി, അതാണ് ലൈഫ്. അങ്ങനെ വീട് വാങ്ങിയ കേരളത്തിലെ മനുഷ്യർക്ക് അവർ തൊഴിലുറപ്പ് ജോലി ചെയ്യുന്നവരാണെങ്കിൽ, അതായത് ലൈഫ് പദ്ധതിയിൽ വീട് വാങ്ങി അവർ തൊഴിലുറപ്പ് പദ്ധതിയാണ് ിലൂടെ ജോലി ചെയ്യുന്ന ആൾ കൂടിയാണെങ്കിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ആനുകൂല്യം ഇനി കിട്ടില്ല എന്ന്. അതായത് തൊഴിലുറപ്പ് തൊഴിലാളിയാണെങ്കിൽ സർക്കാരിൻ്റെ വീട് പദ്ധതി പ്രകാരം ലൈഫ് പ്രകാരം പണിയുമ്പോൾ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുമായി സംയോജിപ്പിച്ച് 90 തൊഴിൽ ദിനങ്ങൾ ലഭിക്കുന്നതിന് വ്യവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ 33,210 രൂപ ആ ഗുണഭോക്താക്കൾക്ക് അധികം കിട്ടുമായിരുന്നു. എന്നാൽ ഇനി മുതൽ ലൈഫ് പദ്ധതി വഴി വീട് വാങ്ങിയവർക്ക് അത് ഞങ്ങൾ കൊടുക്കൂല എന്ന് പറഞ്ഞ് ഉത്തരവിറക്കി കേന്ദ്ര BJP സർക്കാർ. ഇനി ആ ആനുകൂല്യം കിട്ടണമെങ്കിലോ അതിനൊരു വ്യവസ്ഥയുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഭവന പദ്ധതിയായ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം വീട് വെച്ചവർക്ക് മാത്രമേ അത് കിട്ടൂ. അങ്ങനെ ഇക്കാര്യം അറിയുമ്പോൾ ലൈഫ് പദ്ധതി പ്രകാരം വീട് കിട്ടിയ മനുഷ്യരെല്ലാവരും കൂടി BJPയുടേതല്ലാത്ത സംസ്ഥാന സർക്കാരിനെ ശപിക്കും. മുടിഞ്ഞു പോട്ടെ, ലൈഫ് പദ്ധതിൻ്റെ വീട് എനിക്ക് വേണ്ടായിരുന്നു, BJPൻ്റെ വീട് മതിയായിരുന്നു, പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരമുള്ള വീട് മതിയായിരുന്നു എന്നും പറഞ്ഞ് എല്ലാവരും BJPക്ക് പിന്നിൽ അണിനിരക്കും. ലൈഫിൽ വീട് അനുവദിച്ചവർ പോലും ഈ വീട് എനിക്ക് വേണ്ട, എനിക്ക് BJP സർക്കാരിൻ്റെ വീട് മതിയെന്ന് പറഞ്ഞ് അങ്ങനെ അവരുടെ പിന്നാലെ പോകും. അങ്ങനെ BJP കേരളത്തിൽ കൂടി വളരും, വലിയ പന പോലെയാകും എന്നാണത്രേ സ്വപ്നം. എന്നാൽ അങ്ങനെ പോയാൽ ഒരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ. ഇപ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ഒരു വീടിന് 72,000 രൂപയാണ് നൽകുന്നത്. അതിനോട് ബാക്കി തുക കൂടി ചേർത്താണ് 4 ലക്ഷം രൂപ. ഈ 72,000 രൂപ തികയില്ല. അത് കാലങ്ങളായിട്ട് കേരളത്തിൽ അടക്കം മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം വീട് വെച്ച് നൽകുന്ന വിവിധ തലങ്ങളുണ്ട്. അങ്ങനെ അവർക്ക് വീടിന് ഈ പൈസ കിട്ടിയാൽ തറ കിട്ടും, പിന്നെ 4 തൂണും വെച്ചങ്ങ് പോകും. അത് തികയില്ല എന്ന് മനസ്സിലായിട്ടാണ് ലൈഫ് എന്ന് പറയുന്നൊരു പദ്ധതി കേരളത്തിൽ ആവിഷ്കരിച്ചത്. 72,000 രൂപ മാത്രം വാങ്ങിച്ച് ഒരു വീട് വെച്ചാൽ നിങ്ങൾക്ക് 33,210 രൂപയുടെ തൊഴിലുറപ്പ് ആനുകൂല്യങ്ങൾ തരും എന്നാണ് കേന്ദ്രത്തിൻ്റെ പ്രഖ്യാപനം. അതായത് നിങ്ങൾ ഈ 4 ലക്ഷത്തിൻ്റെ വീടൊന്നും വെക്കണ്ട, 72,000ത്തിൻ്റെ വീട് വെച്ച് കാണിച്ചു തരണം, എന്നാൽ പിന്നെ ഈ തൊഴിലുറപ്പ് ആനുകൂല്യം കൂടി തരും. അല്ലാതെ സംസ്ഥാന സർക്കാരിന് 4 ലക്ഷം രൂപ ആ പൈസ വാങ്ങിയാൽ ഞങ്ങൾ തരൂല എന്നർത്ഥം. 4 ലക്ഷം ആർക്ക് വേണം എന്ന് ചോദിക്കണം. എമ്മാതിരി ബുദ്ധി! പാവപ്പെട്ട മനുഷ്യരെ എങ്ങനെയെല്ലാം ദ്രോഹിക്കാം. നിലവിൽ രാജ്യത്തൊരിടത്തും ഒരു സംസ്ഥാനവും 4 ലക്ഷം രൂപ വീട് വെക്കുന്ന സർക്കാർ പദ്ധതിയിൽ നൽകുന്നില്ല. കേന്ദ്രത്തിൻ്റെ പണവും വാങ്ങി 4 തൂണും വെച്ച് മോദീൻ്റെ ചിത്രവും വെച്ച് ചാപ്പയടിച്ച് വീട് എന്ന് പറയുന്നൊരു സംഗതിയാണ് ഇപ്പോൾ പണിയുന്നത് 72,000 രൂപക്ക്. പിന്നെന്താകും? 72,000 രൂപയ്ക്ക് ഇതിനപ്പുറം ഒന്നും ആവില്ല. 4 ലക്ഷം തന്നെ പോരാന്നാണ് നമ്മൾ നിരന്തരം പറയുന്നത്. കാര്യം എന്തായാലും അങ്ങനെ വീട് വെച്ചവർക്ക് മാത്രമേ ഇനി തൊഴിലുറപ്പ് ആനുകൂല്യം നൽകൂ എന്ന നിയമമാണ് ഇപ്പോൾ പാസ്സാക്കപ്പെട്ടത്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പൊളിച്ച് VBG റാംജി എന്നൊക്കെ പേരിട്ട് വരുന്ന പുതിയ സംഗതിയിലാണ് ഇടയിലൂടെ ഇങ്ങനെയൊരു നിബന്ധന തിരികെ കയറ്റിയത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ പ്രസിദ്ധീകരിച്ച വിശദമായൊരു വാർത്തയുണ്ട്. സജിത് കുമാർ എഴുതിയ ആ വാർത്തയിലെ പ്രധാന ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ലൈഫ് ഗുണഭോക്താക്കൾക്ക് ഇനി തൊഴിലുറപ്പ് ആനുകൂല്യമില്ല എന്ന തലക്കെട്ടിൽ എഴുതിയ വാർത്ത ഇങ്ങനെയാണ്: സംസ്ഥാനാവിഷ്കൃത ഭവന പദ്ധതി ഗുണഭോക്താക്കൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നുള്ള അധിക സഹായത്തിന് വിലക്ക്. കേന്ദ്രാവിഷ്കൃത ഭവന പദ്ധതിയായ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ PMAYG ഗുണഭോക്താക്കൾക്ക് മാത്രം സഹായം നൽകിയാൽ മതി എന്നാണ് കേന്ദ്രത്തിൻ്റെ പുതിയ നിർദ്ദേശം. സംസ്ഥാനത്തെ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് ഇത് തിരിച്ചടിയാകും. തൊഴിലുറപ്പിൻ്റെ പുതിയ പദ്ധതി ആയ VBG റാംജി പദ്ധതി നടപ്പാക്കുന്നതിന് മുന്നോടിയായാണ് പുതിയ പരിഷ്കാരങ്ങൾ. PMAYGയിൽ വീട് നിർമ്മിക്കുന്ന ഗുണഭോക്താക്കൾക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സംയോജിപ്പിച്ച് 90 തൊഴിൽ ദിനങ്ങൾ ലഭിക്കുന്നതിന് കേന്ദ്ര സർക്കാർ വ്യവസ്ഥയുണ്ട്. സംസ്ഥാനാവിഷ്കൃത ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്കും ഈ സഹായം ലഭിച്ചിരുന്നു. 33,210 രൂപയാണ് ഗുണഭോക്താക്കൾക്ക് അധികം ലഭിക്കുക. PMAYയിൽ 1.2 ലക്ഷം രൂപയാണ് ഒരു വീടിന് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിൽ 72,000 രൂപ മാത്രമാണ് കേന്ദ്രം നൽകുക. മനസ്സിലാക്കണം, 72,000 രൂപയാണ് കേന്ദ്രത്തിൻ്റെ ഈ പദ്ധതി പ്രകാരമുള്ള വീട്ടിനുള്ള വിഹിതം. അതാണ് നേരത്തെ പറഞ്ഞത്. പക്ഷേ അതത് സംസ്ഥാനം കൂടി കൊടുക്കണം. അങ്ങനെ 1.2 ലക്ഷം രൂപ ആണ് കൊടുക്കേണ്ടതെന്നാണ് പറയുന്നത്. 48,000 രൂപ സംസ്ഥാന സർക്കാർ വിഹിതമാണ്. സംസ്ഥാനത്ത് PMIYG നടപ്പാക്കുന്നത് ലൈഫ് പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ്.
അതായത് ഈ 72,000 റുപ്യ മതിയാവില്ല എന്നുള്ളത് കൊണ്ട് കൂടുതൽ വിഹിതങ്ങൾ സംയോജിപ്പിച്ച് 4 ലക്ഷമാക്കിയാണ് കേരളത്തിൽ വീട് നൽകാൻ കേരള സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത്. ഇതനുസരിച്ച് ഒരു വീടിന് 4 ലക്ഷം രൂപ ലൈഫ് പദ്ധതി പ്രകാരം 1.2 ലക്ഷത്തിന് ഉപരിയായി വരുന്ന 2.8 ലക്ഷം രൂപ, 70,000 1.12 ലക്ഷം രൂപ, 98,000 എന്ന കണക്കിൽ യഥാക്രമം ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകൾ അവരുടെ വികസന ഫണ്ട് വിഹിതത്തിൽ നിന്നാണ് നൽകുന്നത്. ഇതിനു പുറമെ 33,210 രൂപ കൂടി കേന്ദ്രത്തിന് ലഭിക്കാനുള്ള അർഹതയില്ലാതായി. അതായത് ഈ 72,000 എന്ന കേന്ദ്ര വിഹിതം ഒപ്പം പല വിധ വകുപ്പുകൾ, തദ്ദേശ വകുപ്പ് അടക്കം ഉള്ള ഇടങ്ങളിൽ നിന്നുള്ള പണം ചേർത്താണ് 4 ലക്ഷം രൂപ വീട് വെക്കാൻ സംസ്ഥാനാവിഷ്കൃത പദ്ധതിയിൽ നൽകുന്നത്. അതിൽ ഒപ്പം കേന്ദ്രത്തിൻ്റെ ഒരു ആനുകൂല്യം കിട്ടിക്കൊണ്ടിരുന്നു. അവർ തൊഴിലുറപ്പ് തൊഴിലാളിയാണെങ്കിൽ 33,210 രൂപ. അതാണ് ഇല്ലാതായത്. ഈ 33,210 ഇല്ലാതായി. മാത്രമല്ല ഒരു സന്ദേശം കൂടി ആളുകൾ കൊടുക്കുകയാണ്, നിങ്ങൾ ഞങ്ങളെ 72,000 വീട് തന്നെ വെച്ചോളണം എന്നുള്ള സന്ദേശം. സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം കഴിഞ്ഞ സാമ്പത്തിക വർഷം അധിക സഹായം ലഭിക്കാതിരുന്ന ഗുണഭോക്താക്കൾക്കും തുക കിട്ടൂല. ഒരു ഗ്രാമപഞ്ചായത്തിൽ ഒരേ സമയം 20 പ്രവൃത്തികളിൽ കൂടുതൽ ഏറ്റെടുക്കുന്നതിനുള്ള നിയന്ത്രണത്തിൽ ഇളവ് നൽകി. പുതിയ പ്രവൃത്തികൾ തുടങ്ങുന്നതിനേക്കാൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിലാണ് ശ്രദ്ധ. തൊഴിലാളികൾ ആവശ്യപ്പെടുന്ന അനുസരിച്ച് അവർക്ക് തൊഴിൽ നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. സോഷ്യൽ ഓഡിറ്റിംഗ് ഉൾപ്പെടെ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഉണ്ട് ഈ തൊഴിൽ ദിനങ്ങൾ നൽകുന്നതിനെക്കുറിച്ച്. ചുരുക്കത്തിൽ 72,000 റുപ്യ വീട് വാങ്ങിച്ചാൽ മാത്രമേ 33,000 ചില്ലറ ഞങ്ങൾ തരുള്ളൂ, നിങ്ങൾ 4 ലക്ഷത്തിൻ്റെ വീടിന് വെച്ച് തരില്ല എന്നാണ് കേന്ദ്രം പറയുന്നത്. എന്താല്ലേ, പാവപ്പെട്ട മനുഷ്യരുടെ ഒരു ആനുകൂല്യം അവരുടേതല്ലാത്ത കുറ്റത്തിന്, രാഷ്ട്രീയ കളിക്ക് റദ്ദാക്കുകയാണ്. തിരുവനന്തപുരത്ത് BJP കോർപ്പറേഷനിൽ അധികാരമേറ്റപ്പോൾ ഇമാതിരി വീടുകൾ നേരിട്ട് പണിഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞ് മേയർ VV രാജേഷ് കുറേ ഉപയോക്താക്കളെ കൂട്ടി കൊണ്ടുവന്ന് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അവർക്ക് പണിയാൻ പോകുന്ന വീടിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഒപ്പിട്ട് കൊടുത്ത കാഴ്ചയും നമ്മൾ കണ്ടു. ലൈഫിൻ്റെ അല്ല, പ്രധാനമന്ത്രിയുടെ വീട് നേരിട്ട് കൊടുക്കുന്ന പരിപാടി. ഇതെല്ലാം കണ്ട് പാവം വീട് അന്വേഷിക്കുന്നവർ ഇനി പ്രധാനമന്ത്രിയുടെ വീട് നേരിട്ട് കിട്ടിയാൽ മതി, ലൈഫിൻ്റെ വീട് വേണ്ട എന്ന് പറയണം. ഒടുക്കം കിട്ടിക്കഴിയുമ്പോഴാണല്ലോ 72,000 റുപ്യക്ക് എങ്ങനെ വീട് വെക്കും എന്ന് ആലോചിക്കേണ്ടി വരിക. പിന്നെ പറ്റിയെന്നും പറഞ്ഞ് 4 തൂണും വെച്ച് വീട്ടിൽ താമസിക്കും, അത്ര തന്നെ. കേന്ദ്ര സർക്കാരിൻ്റെ 54,284 കോടി രൂപ കാണുന്നില്ല എന്ന് CAG കണ്ടെത്തിയ വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. 2024-25 സാമ്പത്തിക വർഷത്തെ കണക്ക് നോക്കിയപ്പോൾ CAGക്ക് മനസ്സിലായത്രേ സംഗതി മുക്കിപ്പോയതാണെന്ന്. അതായത് 54,284 കോടി രൂപ അപ്രത്യക്ഷമാക്കാൻ വൈദഗ്ധ്യമുള്ള മോദി സർക്കാർ ഒരു പാവപ്പെട്ട കുടുംബം 4 ലക്ഷം രൂപക്ക് വീട് വെക്കാൻ പാടില്ല, 72,000 രൂപക്ക് വീട് വെച്ചാൽ മാത്രമേ ഞങ്ങളുടെ ഒരു ആനുകൂല്യം തരൂ എന്ന് ഉത്തരവിടുകയാണ്. 4.5 ലക്ഷത്തിൻ്റെ അല്ലെങ്കിൽ 4 ലക്ഷത്തിൻ്റെ വീട് വെച്ച് അങ്ങനെ ഇപ്പം സുഖിക്കണ്ട എന്ന്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളാൻ വേണ്ടി കോടതിയിൽ ഒരു അപേക്ഷ പോയ കഥ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകും. കോടതി കേന്ദ്രത്തോട് ചോദിച്ചു, അന്നേരം ദുരന്തബാധിതരുടെ വായ്പ എഴുതി തള്ളാനെങ്കിലും ഒരു നിയമമുണ്ടല്ലോ, നിങ്ങൾ പൈസ കൊടുക്കുന്നില്ല, ആ വായ്പയെങ്കിലും എഴുതി തള്ളിക്കൂടെ എന്ന് കേന്ദ്രത്തോട് ചോദിച്ചു. പൊതുമേഖലാ ബാങ്കാണ്, കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. കേരള ബാങ്കിലെ വായ്പകൾ സംസ്ഥാന സർക്കാർ എഴുതി തള്ളിയിരുന്നു ദുരിതബാധിതരുടേത്. ഇപ്പോൾ ഈ ചോദ്യം ചോദിച്ചപ്പോൾ കേന്ദ്രം പറഞ്ഞു അത് നോക്കിയിട്ട് ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് കോടതി പിരിഞ്ഞു. അടുത്ത സിറ്റിങ്ങിൽ കോടതി ചോദിച്ചു എന്തായി എന്ന്. അപ്പോൾ കേന്ദ്രം പറഞ്ഞു അങ്ങനെയൊരു നിയമമില്ല എന്ന്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതോ അത് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പിൻവലിച്ചു എന്ന് പറഞ്ഞു. ദുരന്തബാധിതർക്ക് വെറും 30 കോടിയോളം രൂപ തള്ളിക്കളയാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു നിയമം അത് കേരളത്തിലെ വയനാട്ടിലായതുകൊണ്ട് അങ്ങനെ ഇപ്പം ആനുകൂല്യം കിട്ടി സൂഹിക്കണ്ടെന്ന് വെച്ച് ആ നിയമം തന്നെ റദ്ദാക്കിയ ടീമാണ്. അങ്ങനെ ലൈഫിൻ്റെ വീട് കിട്ടുന്നവർക്കുള്ള തൊഴിലുറപ്പ് ആനുകൂല്യം വരെ ക്യാൻസൽ ചെയ്യിച്ചു കളഞ്ഞു ഇപ്പോൾ ഒടുവിൽ. ഇനി കേരളത്തിൽ ജനിച്ചു എന്ന കുറ്റത്തിന് എന്തെല്ലാം സംഗതികൾ വരുമോ എന്ന് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. കാത്തിരുന്ന് തന്നെ കാണണം. നന്ദി, നമസ്കാരം.